ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ പാവൂസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണ പണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുള്ളി നന്നാക്കി വന്നിരിക്കും. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയൊരു UK അല്ലെങ്കിൽ UK മലയാളി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അതിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്, നമ്മുടെ കൂട്ടുകാരൻ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആഡ് ചെയ്തോട്ടാം. 20,000 പേരാണ്. ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അതിലിടാം, അപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അഡ്മിനും കൂടിയാണ്. അപ്പോൾ UK വരാൻ ആഗ്രഹിക്കുന്നവർക്കും, അല്ലാണ്ട് ഉള്ളവർ എനിക്ക് വരണ്ട, UK വരാൻ ആഗ്രഹിക്കുന്നവരും വല്ല വിസയൊക്കെ നോക്കുന്നവരും വിസയുടെ സംശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, വീട് നോക്കേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിലിടാം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിൽ കുറേ മെസ്സേജുകൾ കാണാറുണ്ട്. ഇപ്പോൾ UK വന്നിട്ട് കുടുംബ പ്രശ്നങ്ങൾ, ഭർത്താവിന് ജോലിയില്ല, അപ്പോൾ ഭർത്താവിന് ഈഗടിക്കുന്നു, ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവായിട്ട് പ്രശ്നങ്ങൾ, കുട്ടികളെ നോക്കാൻ സമയമില്ല, അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ UK ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ UK എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ UK ആയതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ സ്ഥലത്ത് താമസിക്കണം, കേരളത്തിന് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് താമസിക്കുന്നത് നിങ്ങൾക്ക് അതായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ UK എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് തോന്നണ്ട. ഇത് പുറത്ത് താമസിക്കണ അല്ല പ്രവാസികളായിട്ട് താമസിക്കണ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണു. ഇപ്പോഴാണ് തലപൊക്കി വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ളൂ ഇത്രയും കുടിയേറ്റം യൂറോപ്യൻ കൺട്രിയിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴാണ് പ്രശ്നങ്ങൾ പൊങ്ങി തുടങ്ങുന്നത്. ഈ പബ്ലിക് ഫോറം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ഉഷാറായപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ വാർത്തകളൊക്കെ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് ഒരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ണറായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയണത് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കേസ് പറയണത്, ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ആണുങ്ങളുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയാൻ പോണത്. നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാ പണിയും ഭാര്യ ചെയ്യണം എന്ന് വാശി പിടിച്ചിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ദൈവത്തോർത്ത് നിങ്ങൾ വരരുത്. നിങ്ങളുടെ ജീവിതം ഇവിടെ വന്നു കഴിഞ്ഞാൽ ദുരിതപൂർണമായിരിക്കും. അതായത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കഴിച്ച പാത്രം കഴുകി വയ്ക്കാത്ത ഒരാളാണ്, അത് നിങ്ങൾ കഴിച്ച് വെച്ചുകൊടുത്ത് അവിടെ വെച്ചിട്ട് പോകുന്ന ഒരാളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് കയറി വരരുത്. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരസ്പര ധാരണയോടുകൂടി, നമ്മൾ ശരിക്കും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയണതുണ്ടല്ലോ, നിങ്ങൾ പരസ്പര ധാരണയോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കണമെന്ന്. ആ ജീവിതം ഏറ്റവും ഇതായിട്ട് നടക്കാൻ പോണ സ്ഥലം ഇവിടെയാണ്. ഇപ്പോഴത്തെയാണ് അത് പ്രാബല്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പം കപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, അല്ലെങ്കിൽ അമ്മയായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കും ചെയ്യണത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ചില ഭാര്യയ്ക്ക് ഫുൾ ടൈം ജോലിയായിരിക്കും. ഞാൻ ഇവിടുത്തെ UK കാര്യമാണ്. UK 12 മണിക്കൂറാണ് ഇവിടുത്തെ സാധാരണ നഴ്സുമാരുടെ ഷിഫ്റ്റ്. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെയും ഷിഫ്റ്റ് 12 മണിക്കൂറാണ്. അപ്പോൾ ഈ 12 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഭാര്യ ആ വീട്ടിലെ പണികൾ കൂടി ചെയ്യേണ്ട ഒരു അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരു 12 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല, നിങ്ങൾ വീണ്ടും കയറി കുക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ. അത് സത്യം പറഞ്ഞാൽ അത്ര വലിയൊരു സുഖമല്ല. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ വരും, എല്ലാ പണിയും വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കക്കൂസ കഴുകേണ്ടി വരും. നിങ്ങളിതുവരെ കഴുകിയിട്ടുണ്ടാവില്ല, കക്കൂസ കഴുകേണ്ടി വരും, നിലം തുടയ്ക്കേണ്ടി വരും, കുട്ടികളുടെ നാപ്പി മാറ്റേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഞാനിവിടെ വരുന്ന 90% ആണുങ്ങൾ ഇതൊക്കെ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യണില്ല, പക്ഷെ ചെയ്യാത്ത 10% ആൾക്കാരുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇവിടെ ഭാര്യ വന്നു കഴിഞ്ഞിട്ടാണ് ജോലി. 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം ഭർത്താവിന് ആ പുള്ളിക്കാരി ചായ ഇട്ട് കൊടുക്കണം. എന്നാൽ ഭർത്താവ് ചായ കുടിക്കുള്ളൂ. അങ്ങനെ ഉള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദുരിതമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാൻ കാരണം, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചിലവരൊക്കെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അവിടെ ഞാൻ ചെന്നിട്ട് വേണം അവൾക്ക് പുള്ളിക്കാരൻ ഒരു ചായ കൊടുക്കാൻ, അല്ലെങ്കിൽ ചായ പുള്ളിക്കാരൻ കുടിക്കില്ല. ഞാൻ പറയുകയാണെങ്കിൽ അപ്പോൾ അത് അവർ വളം വെച്ച് കൊടുത്തിട്ടാണ്, എന്നിട്ടാണ് കുടിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വെച്ച് കൊടുക്കണമെങ്കിൽ പുള്ളിക്കാരി സന്തോഷമാണ് അങ്ങനെ ചെയ്യണം. എനിക്ക് അപ്പോൾ പുള്ളിക്കാരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇവിടെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാ പണിയും നമ്മൾ സഹകരിക്കും എന്ന് പറയണത്, സഹകരണം എന്ന് പറയണത് ബെഡിലുള്ള സഹകരണം മാത്രമല്ല, നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പണികളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ അപ്പനമ്മയോ ആരുമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വല്ല ജോലിക്കാരെയോ വേലക്കാരികളോ ആരെങ്കിലും ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് ചെയ്യുക. അല്ലാണ്ട് എല്ലാ പണിയും ഭാര്യയുടെ മേത്ത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായൊരു ക്രൂരമായൊരു സംഭവമാണ്. നമ്മൾ ചോറ് വയ്ക്കണം. ഇപ്പം ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യം പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി വർക്ക് ചെയ്തിരുന്നു. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ പുറത്ത് മാറി നിന്ന് കൊച്ചിയിൽ കോട്ടയത്തൊക്കെ ആദ്യം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി നേഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരുവിധം പണികളൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു വീട്ടിൽ നിന്ന് വെച്ചാൽ നമ്മൾ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ ടോയ്ലറ്റ് വൃത്തിയാവണമെങ്കിൽ നമ്മൾ തന്നെ കഴുകണം, നമ്മുടെ തുണി നമ്മൾ തന്നെ അലക്കണം. അപ്പോൾ നമുക്ക് ആ ശീലം നമുക്കങ്ങനെയായി. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴും നമ്മൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വീട്ടിലായിരിക്കുമ്പം ചിലപ്പോൾ ഞാൻ അവിടെ പാത്രം വെച്ചിട്ട് പോകാറൊക്കെ ഉണ്ട്. ഞാൻ പാത്രം കഴുകാറില്ല, അമ്മ സമ്മതിക്കാറില്ല, എൻ്റെ ഭാര്യ സമ്മതിക്കാറില്ല. അവർ പറയും ഞങ്ങൾ കഴുകിക്കോളാം എന്ന് പറയും. അപ്പോൾ എനിക്ക് അന്ന് നാട്ടിൽ ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വരാം. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വേഗം കടയിലേക്ക് ഓടാനുള്ള തിരക്കായിരിക്കും. പക്ഷേ നമ്മളങ്ങനെ കഴുകണോണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ തോന്നാറില്ല. നമുക്ക് നമ്മുടെ ആത്മാഭിമാനം അടിഞ്ഞു പോയി, ഇവിടെ വന്നിട്ട് തകർന്നു പോയി എന്നൊരു തോന്നലൊന്നും നമുക്കില്ല. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരരുത്. നിങ്ങളുടെ ജീവിതം ദുരിതമായിരിക്കും. എല്ലാം ചെയ്യാനുള്ളൊരു സന്തോഷത്തോടു കൂടി വരാണെങ്കിൽ ഇവിടെ അടിപൊളിയായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചേച്ചിമാരോട് പറഞ്ഞോട്ടെ, ചേച്ചിമാർ കാണുന്നുണ്ടെങ്കിൽ, ചേച്ചിമാർ ഇങ്ങനെയുള്ള ചേട്ടന്മാരുടെ സ്വഭാവമൊക്കെയുള്ള നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ UK നോക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ UK, കാനഡ അങ്ങനെ സ്ഥലങ്ങളൊന്നും നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ വീട്ടിലിരിക്കുക, ചെയ്യണം ജോലി ചെയ്ത് സുഖമായിട്ടിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഇരട്ടിയാവുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR കഴിയുമ്പോൾ അയാളെ പുറങ്കാലടിച്ച് ഒട്ടാക്കിക്കോ. ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ വേണം. ഭാര്യ ഭർത്താവിന് സഹായിക്കണം, ഭർത്താവ് ഭാര്യനെ സഹായിക്കണം. ഭാര്യയുടെ അടുത്തുകൂടി പറയട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ബാധകമാണ്. ഭർത്താവ് 12 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാ പണിയും അയാൾക്ക് വേണ്ടി മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞ പണികളൊക്കെ നിങ്ങൾ ചെയ്യണം. എൻ്റെ വീട്ടിൽ എനിക്ക് ബാത്റൂം കഴുകുന്നതൊക്കെ എനിക്ക് പ്രശ്നമില്ല. ഇതുപോലെ നിലം തുടയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മളൊന്നും ആരും കളിയാക്കാനോ ഒന്നും പോകില്ല. കളിയാക്കാനോ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യം ചെയ്യണം. നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, നമ്മുടെ മക്കളുടെ മുമ്പിൽ കൂടിയാണ് നമ്മൾ ഈ പണികൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ മക്കളും കാണാണ്. നിങ്ങൾ കാല് കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും അതുപോലൊക്കെ തന്നെയാവും ഭാവിയിൽ അവരുടെ പാർട്ട്ണർമാരോട് കാണിക്കാൻ പോണത്. നമ്മൾ കാണിക്കുന്നതൊക്കെ തന്നെയാണ് അവർ കണ്ട് പഠിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കത്തി വെച്ച കളിക്കണം കേട്ടോ, ദൈവം നമ്പരാനറിയാം. അയ്യോ, ഇപ്പോൾ പെണ്ണുമ്പിള്ള വരും, അവളോട് ഉപ്പേര് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവൾ ഫോണിലാണ്, അല്ലെങ്കിൽ ഞാൻ അവളും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കും, ഞാനിവിടെ എൻജോയ് ചെയ്യുന്നു. ഞാനിത് മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഞാനിവിടെ TV കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ സുജിത് ഭക്തൻ്റെ ആൾ ചൈനയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഞാനിത് ഇതൊക്കെ നന്നാക്കിക്കൊണ്ടിരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കളി കാണണം, ഏത് കളി കാണും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പടികളും ചെയ്ത് വെക്കും. ഇതിപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള പടിയൊന്നുമല്ല. ഞാനിത് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കണം, എൻ്റെ ഫ്രിഡ്ജിലേറ്റ് വെക്കും. അപ്പോൾ അവൾ കുക്ക് ചെയ്യണ നേരത്ത് അവൾക്കത് എളുപ്പമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാനതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ തല്ല് കൂടാറില്ല. ഞങ്ങൾ ഭയങ്കരമായ കുടുംബം എന്നല്ല, ഞങ്ങൾ തമ്മിൽ അത്ര വഴക്കുകളുണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊക്കെ തീർക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 12 വർഷമായി ഞങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ സ്കൂളിലെടുക്കും. ഇപ്പോൾ എനിക്ക് ഇന്ന് നൈറ്റാണ്, ഞങ്ങൾ 2 നൈറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിന്ന് നൈറ്റാണ്. അപ്പോൾ ഞാനൊരു സാധാരണ കുറച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങും. ഇന്നിപ്പോൾ ഞാൻ നൈറ്റ് തുടങ്ങണുള്ളൂ. നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസമാണെങ്കിൽ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, നമ്മൾ കയറി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ കിടക്കും. ഇപ്പോൾ അവൾക്ക് വയ്യായുള്ളൊരു ദിവസമാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ബ്രെഡും ജാമും കൂട്ടി കഴിക്കും. എനിക്ക് ബ്രെഡ് കഴിച്ചാൽ കുറച്ച് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട്. ഇപ്പോൾ അവൾ എൻ്റെ വൈഫാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിക്കനൊക്കെ താല്പര്യം, ആൾക്ക് പോർക്കൊന്നും കഴിക്കില്ല. അപ്പോൾ പോർക്കൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ വെക്കും. അപ്പോൾ അവൾക്ക് തൊടാൻ പിടിക്കാനൊക്കെ പോർക്ക് തൊടാനൊക്കെ ചെറുപ്പിടും. നമ്മൾ അതിനുവേണ്ടി വാശി പിടിക്കില്ല.
അവൾ തന്നെ പോർക്ക് എനിക്ക് വെച്ച് തരണം എന്നിട്ട് എനിക്ക് അത്യാവശ്യം വിൽക്കാനൊക്കെ അറിയാം. അതൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞ കേട്ടാ. നമ്മൾ ക്വാർട്ടർ ബാറ്റ് കഴിച്ചതല്ലേ, അത് ക്വാർട്ടർ ബാറ്റ് പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ടെന്നല്ല കേട്ടാ ഫുഡ് വയ്ക്കാൻ പഠിച്ചത്. ഫുഡ് വയ്ക്കാൻ നമ്മുടെ പരീക്ഷണങ്ങൾ തന്നെയാണ്, നമ്മുടെ പരീക്ഷണങ്ങൾ ചെയ്ത് പക്ഷേ ഒരു പ്രാവശ്യം വയ്ക്കുന്ന ഫുഡിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ ആവണില്ല അടുത്തവണ വേറെ ടേസ്റ്റ് ആയിരിക്കും. അതാണ് നമ്മുടെ, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞു വന്നത് ചെറിയൊരു വീഡിയോ ആണ് ഇത്. 10 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് അവസാനിപ്പിക്കാമെന്ന് വെച്ചത്. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങൾ പുറത്തേക്ക് പോകാനുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരാം. ചിലർ പാവാട ലിസാറിൻ്റെ പറഞ്ഞ് കളിയാക്കും, എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കിക്കോട്ടെ. അതൊക്കെ അവർ വരണ വരേ ഉള്ളൂ. അവൻ വരണ വരെ ഇവിടെ വരണ വരെ അവൻ പാവാട ലിസാൻ കളിയാക്കും. ഇവിടെ വന്ന് കഴിയുമ്പോൾ അതൊക്കെ മാറും. പാവാടയോ സാരിയോ പാൻറ്റോ ട്രൗസറോ അണ്ടർവെയർസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നല്ല പറഞ്ഞു. ആൾക്കാർ കളിയാക്കാം. നിങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ല, അങ്ങനെ കോപ്പും പറയില്ല. നിങ്ങളുടെ കുടുംബം നന്നാവണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ ചോറ് വയ്ക്കാൻ അറിയില്ല, ഫുഡ് വയ്ക്കാൻ അറിയില്ല, നിങ്ങൾക്ക് അല്ലാണ്ടുള്ള കുറേ പണികൾ ചെയ്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഭാര്യ അടുത്ത് പറയടി, നീ ഇന്നത്തെ ഡ്യൂട്ടിക്ക് പോണ ദിവസം ഇത് 2 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചോട്ടാ, അല്ലെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായ വയ്ക്കാൻ കൊള്ളില്ല കേട്ടോ. പക്ഷേ ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പണികൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, എല്ലാ സംഭവങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. വീടൊക്കെ തുടച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. പുല്ല് വെട്ടാം, അങ്ങനത്തെ നമ്മുടെ ബാക്കിയുള്ള പണികൾ ആണുങ്ങൾ മാത്രം ചെയ്യണം ഇന്ന പണികൾ എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വരും മാറ്റി വയ്ക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ആരും കളിയാക്കാനൊന്നും പറഞ്ഞാൽ ഞാനൊരു എൻ്റെതായ സ്റ്റൈലിൽ പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്നുള്ളൂ. നന്നായിട്ട് ജീവിക്കുക, ഒത്തൊരുമിച്ച് ജീവിക്കുക, അങ്ങോട്ട് സഹായിച്ച് ജീവിക്കുക, ഈഗോ ക്ലാഷുകളൊക്കെ മാറ്റി വയ്ക്കുക. ഒരുപാട് വാർത്തകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാര്യയുടെ ശമ്പളം ഭർത്താവ് വാങ്ങിക്കുന്നു ബാങ്കിലേക്ക്, ഭാര്യയ്ക്ക് അത് തൊടാനുള്ള അവകാശമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളും അതൊരു കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു സംഭവം ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ നാളെ നാളെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരരുത്. പരമാവധി കൊണ്ടുവരാണ്ടിരിക്കാൻ നോക്കാം. ഒരാളെ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്ത് കേജിനുള്ളിലിട്ട പോലെ ജീവിപ്പിക്കാണ്ടിരിക്കാൻ പരമാവധി നോക്കാം. പുള്ളിക്കാരി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സുതാര്യമാകുക. കൺട്രോൾ വേണ്ടാന്ന് ഞാൻ പറയില്ല, കൺട്രോളൊക്കെ വേണം. നമ്മൾ പൈസ ചിലവാക്കുന്നിടത്തൊക്കെ ചിലപ്പോൾ ഭാര്യ കൂടുതൽ ചിലവാക്കട്ടെ, നമ്മൾ ചോദിക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഈ ജയിലിലിട്ട പോലുള്ള ജീവിതം ചെയ്യിപ്പിക്കരുത്. അവരും ജീവിക്കണതും അവർക്കും ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഫ്രീഡത്തിൽ കൈവച്ചാൽ നിങ്ങൾ ക്ഷമിക്കോ? നിങ്ങളുടെ ഫ്രീഡത്തിൽ കൈവച്ചാൽ ഇല്ല എന്ന് തോന്നണട്ടാ. ക്ഷമിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഞാൻ ഇത്രയും പറഞ്ഞത് കൂടിയോന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയ്ക്ക് നിങ്ങൾ പറഞ്ഞ വലിച്ച് നീട്ടി അലമ്പാക്കണില്ല. മറ്റേ മോട്ടിവേഷൻ സ്പീക്കറൊക്കെ പറഞ്ഞ പോലെ പോടാം എന്ന് പറയണില്ല. എല്ലാവരും സുതാര്യമായിട്ട് ജീവിക്കുക, അങ്ങോട്ട് സുതാര്യമായി ഹെൽപ്പ് ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരും ഹെൽപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കേസ് മറക്കണ്ട കേട്ടോ. നമ്മുടെ ഗ്രൂപ്പാണ് UK എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ. സിജോ പാവുണ്ണിന്ന് അടിച്ചുകൊടുത്തതായി. സിജോ പണിന്ന് അടിച്ചെടുത്ത എൻ്റെ അക്കൗണ്ട് വരും, ഫേസ്ബുക്ക് പ്രൈവറ്റ് അക്കൗണ്ട് വരും. അതല്ല, പാവൂസ് -സിജോ പാവുണ്ണിന്നുണ്ട്. നിസാര ഫോളോവേഴ്സേ ഉള്ളൂ, ഒരു 1089 ഫോളോവേഴ്സൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ചാനലുണ്ട്, അതാണ് ഈ ചാനൽ, യൂട്യൂബ് ചാനൽ പാവൂസ് സിജോ പാവുണ്ണി. അത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് തുടങ്ങിയതുണ്ട്. ഭയങ്കര യൂട്യൂബിൽ ഭയങ്കര പ്രസ്ഥാനമായി മാറുന്നു വെച്ച് തുടങ്ങിയതുണ്ട്. പക്ഷേ ചീറ്റിപ്പോയി. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ഒരു കോപ്പ് അറിയില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ഫോളോ ചെയ്തോളൂ, അതൊന്ന് പേജ് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സംഭവങ്ങളൊക്കെ ചെയ്തോളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഇട്ടെങ്കിൽ, അതിൽ ഞാനിങ്ങനെ കുഞ്ഞു റീൽസൊക്കെ കാണും. കുറേ ആൾക്കാർ കാണുന്നില്ല, 2 പേര് 3 പേര് സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. അവർ സ്ഥിരമായിട്ട് ലൈക്ക് അടിക്കും. അങ്ങനെ 5 ലൈക്കൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഗ്യാരണ്ടി ലൈക്ക് ഉണ്ട് 5 പേര്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർപ്പ് കമൻറ്റ് ചെയ്തോട്ടെ. എൻ്റെ അഭിപ്രായമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ബാക്കിയുള്ളവർക്ക് വായിക്കാമല്ലോ. ഞാൻ പറഞ്ഞതിന് യോജിക്കേണ്ടത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കണം. ശരി, അപ്പോൾ എല്ലാവരും കേട്ടെ, സൂപ്പർ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇനി ഞാൻ ഇതുപോലെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ കാണാം. ഓക്കെ, ബൈ.